എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ കടല മിഠായി. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ. 4 ഗ്ലാസ് കടല റോസ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി ശർക്കര നമ്മൾ ചിരണ്ടി എടുക്കണം. നേരെ പകുതി ശർക്കര ഞാൻ അത് ഉരുക്കി അരിച്ച് വെച്ച് തിളയ്ക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ കൊഴുത്ത് പറഞ്ഞാൽ കുറുകി വരണം. ഞാൻ അതിനകത്തിടുന്നത് ഒരു സ്പൂൺ ഏലക്കായും കൂടെ ശർക്കര മാത്രമാണ് ഭയങ്കര കടലമിഠായിക്ക് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ കുറുകാനായിട്ടല്ലേ. ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ഇട്ടില്ല കട്ട പിടിച്ചിട്ട് വെള്ളത്തിൽ ഇടുമ്പോൾ ഇനി ഒരു എടുത്തിട്ട് തിരിച്ചിടുമ്പോൾ ടക്കുമ്പോൾ കണ്ടാവും. അല്ല കറക്റ്റ് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ കടല ഇടാവേ. നന്നായിട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തും ശർക്കര ആവുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചൂടോടെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോയിലിലേക്ക് ഇടണം കേട്ടോ. ഇവിടെ ഫോയിൽ എടുത്തിരിക്കുന്ന ഒരു ഹാർഡ് സർഫസിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ മേളിലേക്കാണ് ലീന എടുത്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സർഫസിലേക്ക് വേണം നമ്മൾ ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇത് പരത്താൻ പറ്റത്തില്ല നമുക്ക്. ഇതിലേക്കാണ് നമ്മൾ ചപ്പാത്തിയുടെ ഇത് ഉപ്പുള്ള കടലയാണോ? അധികം ഉപ്പില്ല താനും. ചൂടോടെ തന്നെ ഇച്ചിരി മാറ്റിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടോ. നമ്മൾ ഈ പരത്തുന്നതിനകത്തൊക്കെ ചെറിയൊരു ഓയിൽ സ്പ്രേ അടിച്ചായിരുന്നല്ലേ ചപ്പാത്തി കമ്പയിൽ. ഇങ്ങനെ നന്നായിട്ട് പരത്തി കഴിയുമ്പം ഇങ്ങനെ വരും. ചൂടോടെ നമ്മൾ അതിനകത്ത് ലൈൻ ഇടണം കേട്ടോ. ലൈൻ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തണുത്ത് കഴിയുമ്പം ഇങ്ങനെ ഒടിച്ചെടുക്കാൻ എളുപ്പമാണ്. നന്നായിട്ട് തണുത്തിട്ടേ അത് ഒടിക്കാവുള്ളൂ. പക്ഷെ ഞങ്ങൾ ചെയ്തപ്പം ഇച്ചിരി ചൂടോടെയാണ് ഒടിച്ചത്. എങ്കിലും അത് വന്നു കേട്ടോ. നല്ല ലുക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലീന വീട്ടിലുണ്ടാക്കിയതാണ്. ഹാറ്റ്സ് അപ്പ് ടു ലീന. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരുന്നു കേട്ടോ. അതിൻ്റെ തിക്നെസ്സും